കഥയെ ആരംഭിക്കുന്നത് ഹോർഹെ എന്ന ചെറിയൊരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ കൂട്ടുകാർക്കൊപ്പം അവനന്ന് ഫുട്ബോൾ മാച്ച് കളിക്കുകയായിരുന്നു. പെട്ടെന്നവൻ കുഴഞ്ഞു വീണു. അവന്റെ പാരന്റ്സ് ഉടനടി ഹോർഹെയെ ആശുപത്രിയിൽ എത്തിക്കുകയാണ്. സമ്പന്നരായ ഹോർഹെയുടെ പാരന്റ്സ് എമർജൻസി വാർഡിൽ കയറ്റിയ മകനെപ്പറ്റി വിവരമറിയാൻ കാത്തുനിന്നു. വൈകാതെ ഡോക്ടർ എത്തി കാര്യമറിയിച്ചു. ഹോർഹെയുടെ ശ്വാസകോശത്തിന്റെ അവസ്ഥ വളരെ മോശമാണെന്നും ഉടനടി മികച്ച ചികിത്സകൾ ചെയ്തില്ലെങ്കിൽ, ശ്വാസകോശം മാറ്റിവെച്ചില്ലെങ്കിൽ 20 വയസ്സിനപ്പുറം അവൻ ജീവിക്കില്ലെന്നുമായിരുന്നു. അത് കേട്ട് ഹോർഹെയുടെ പാരന്റ്സ് വലിയ തോതിൽ ദുഃഖിച്ചിരുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യുമല്ലോ. വർഷം 20 പിന്നിട്ടിട്ടും ഹോർഹെയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലായിരുന്നു. തന്റെ 30കളിലും ഹോർഹെ ആരോഗ്യവാനായി സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ വെച്ച് ഹോർഹെ ഒരു ക്യാബിൻ ക്രൂ മെമ്പറെ പരിചയപ്പെട്ടു. ഓരോ തവണയും വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ഹോർഹെയ്ക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ലെസ്ലി എന്ന് പേരുള്ള ആ എയർ ഹോസ്റ്റസിനോട് തന്റെ കൈയൊന്ന് പിടിച്ചു കൂടിയിരിക്കാമോ എന്ന് ഹോർഹെ ചോദിച്ചു. വളരെ പ്രൊഫഷണലായ അവരും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ വിമാനം സുരക്ഷിതമായി ഡെസ്റ്റിനേഷനിൽ ലാൻഡ് ചെയ്തു. പുറത്തേക്കിറങ്ങിയ ഹോർഹെയ്ക്ക് ലെസ്ലിയോട് ഒരു താല്പര്യം തന്നെ തോന്നിയിരുന്നു. ഏവരും ഇറങ്ങിക്കഴിഞ്ഞ് ലെസ്ലി ഇറങ്ങുന്നതുവരെ ഹോർഹെ കാത്തുനിന്നു. ലെസ്ലി വന്നപ്പോ തനിക്കവിടെ ചെറിയ ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നും അത് കഴിഞ്ഞ് തന്നെ സഹായിച്ചതിനൊരു നന്ദി സൂചകമായി ഒരു ലഞ്ച് ഒന്നിച്ചു കഴിച്ചാലോ എന്ന് ഹോർഹെ ചോദിച്ചു. ഹോർഹെയോട് താല്പര്യം തോന്നിയിരുന്ന ലെസ്ലിയും ഹോർഹെയ്ക്ക് തന്റെ നമ്പർ കൊടുത്തു. അന്ന് ജോലിപരമായ തന്റെ കാര്യങ്ങൾ കഴിഞ്ഞതും ഹോർഹെ ലെസ്ലിയെ ലഞ്ചിന് ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്കൊരുപാട് നേരം സംസാരിക്കാൻ കഴിഞ്ഞില്ല. ലെസ്ലിക്ക് കൂടുതൽ ജോലി തിരക്കുണ്ടായിരുന്നു. കുറച്ചു നേരമേ ലെസ്ലിയെ കണ്ട് സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്തുള്ളൂ. എങ്കിലും ലെസ്ലിയോട് ഹോർഹെയ്ക്കുള്ളിൽ അപ്പോഴേ ഒരു പ്രണയം വളർന്നിരുന്നു. അധികം വൈകാതെ ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് ഹവാലിയൻ ഐലൻഡിൽ ലാൻഡ് ചെയ്യുകയും അവിടുത്തെ ഒരു ഹോട്ടലിൽ അന്ന് തങ്ങുകയും ചെയ്യുമായിരുന്നു. ലെസ്ലി അങ്ങോട്ടേക്ക് വന്നെത്തിയപ്പോൾ കണ്ടത് അവിടെ തന്നെയും കാത്തു നിൽക്കുന്ന ഹോർഹെയെയാണ്. പിന്നെയാണ് ലെസ്ലി അത് മനസ്സിലാക്കിയത്. ലെസ്ലിയുടെ കോവർക്കേഴ്സിൽ നിന്നും അവർ പോകുന്നയിടം ഹോർഹെ മനസ്സിലാക്കി ലെസ്ലിക്ക് ഒരു സർപ്രൈസ് നൽകുവാൻ അവിടെത്തി കാത്തു നിൽക്കുകയായിരുന്നു. അവരൊന്നിച്ച് അവിടുത്തെ ബീച്ചുകളിൽ ഒരു വോക്കിനിറങ്ങി. ശേഷം അവരിരുന്ന് ഒരുപാട് സംസാരിച്ചു. തന്റേത് വലിയൊരു കൂട്ടുകുടുംബമാണെന്നും ഫാമിലിക്ക് ബീവറേജ് ബിസിനസ് ആണ് എന്നും അവൻ കൂട്ടിച്ചേർത്തു. അവരുടെ സംസാരം അത്തരത്തിൽ തുടർന്നു പോന്നു. ഹോർഹെയുടെ വലിയ ഫാമിലിയെ പറ്റിയും ഒന്നിച്ചുള്ള ഫാമിലി ബിസിനസിനെ പറ്റിയൊക്കെ കേട്ട് ലെസ്ലിക്ക് അല്പം അസൂയ തന്നെ തോന്നി. അവൾ പറഞ്ഞു, ഫാമിലിക്കൊപ്പം ഇങ്ങനെ ബിസിനസ് ചെയ്യാനും വലിയൊരു ഫാമിലിയിൽ ജീവിക്കാനുമൊക്കെ നല്ല രസമായിരിക്കുമല്ലേ. കാര്യം എന്തെന്നാൽ ലെസ്ലിയുടെ കുടുംബത്തിൽ ലെസ്ലി ഒറ്റമകളായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും അവൾ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു. വലിയൊരു കുടുംബം തനിക്ക് വേണം എന്നവൾ അതുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു. എന്നെങ്കിലും വിവാഹം കഴിക്കുമ്പോൾ തനിക്ക് കുറേയധികം കുട്ടികൾ വേണം എന്നൊക്കെ അവൾ ആശിച്ചിരുന്നു. പിന്നീട് അവർ ബാറിൽ പോയപ്പോ ഹോർഹെ അവൾക്കായി ഒരു സ്പെഷ്യൽ ലവ് സോങ് തന്നെ പാടി. തന്റെ മുന്നിലുള്ള ലെസ്ലിയെ താൻ എത്രമാത്രം പ്രണയിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികളായിരുന്നു ഹോർഹെ പാടിയത്. അത്രയും തന്നെയും ഹോർഹെയുടെ ആ പാട്ടും അവന്റെ പെരുമാറ്റവും എല്ലാം ലെസ്ലിയെ ഒരുപാട് ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. അതെല്ലാം അവരെ ഡേറ്റിംഗിലേക്ക് നയിക്കുകയായിരുന്നു. മാസങ്ങൾ നീണ്ട ഡേറ്റിംഗിനൊടുവിൽ അവരിരുവരും വിവാഹിതരാവാൻ തീരുമാനിച്ചു. പക്ഷേ വിവാഹശേഷം ഒരു കൊല്ലക്കാലം പിന്നിട്ടതും ദുഃഖകരമായ ആ യാഥാർത്ഥ്യം അവരെ തേടിയെത്തി. തുടർച്ചയായി ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് ഹോർഹെ മരുന്ന് കഴിച്ചിരുന്നല്ലോ. അതിന്റെ സൈഡ് എഫക്റ്റായി ഹോർഹെയ്ക്ക് മക്കളുണ്ടാവില്ല എന്നതായിരുന്നു അത്. ഹോർഹെയെയും ലെസ്ലിയെയും ഏറെ ദുഃഖിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. ഹോർഹെ ആകെ തകർന്നു പോയിരുന്നു. പക്ഷേ ലെസ്ലി ഹോർഹെയെ സമാധാനിപ്പിച്ചു. അവന്റെ കൂടെ നിന്നു. കുറെ മക്കള് വേണം എന്നതിന്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ നിങ്ങളുടെ വലിയ ഫാമിലിയിലേക്ക് എന്നെ നിങ്ങൾ ചേർത്തില്ലേ. എനിക്കിപ്പോ ഒരുപാട് ബന്ധുക്കളുണ്ട്. ഞാൻ ഒരിക്കലും തനിച്ചല്ല. നിങ്ങൾ അതോർത്തൊന്നും വിഷമിക്കണ്ട. അവൾ ഹോർഹെയെ സമാധാനിപ്പിച്ചു. തന്റെ പ്രിയപ്പെട്ടവളുടെ വാക്കുകൾ ഹോർഹെയ്ക്ക് ഏറെ ആശ്വാസം പകർന്നിരുന്നു. കുറച്ചു വർഷങ്ങൾ കൂടി കടന്നുപോയി. ഒരിക്കൽ ഫാമിലി ഒന്നിച്ചൊരു ഔട്ടിങ്ങിന് പോയപ്പോ ഹോർഹെയുടെ അമ്മ ലെസ്ലിയോട് ഹോർഹെയുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റി തിരക്കി. ദുഃഖഭരിതമായ മുഖത്തോടെ ഹോർഹെയുടെ ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു വരികയാണെന്നും ലെസ്ലി പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും ഹോർഹെയുടെ ബുദ്ധിമുട്ടുള്ള ആ സമയത്തും ലെസ്ലി ഹോർഹെയുടെ കൂടെ നിന്നു. ഈ സമയം മറ്റു
മറ്റൊരു കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നു. ക്രിസ് എന്നായിരുന്നു ആ പയ്യന്റെ പേര്. കൗമാരപ്രായക്കാരനായ അവൻ സന്തോഷത്തോടെ അടിച്ചുപൊളിച്ച് ജീവിതം തുടരുകയാണ്. അന്നൊരു ദിവസം കൂട്ടുകാർക്കൊപ്പം അവൻ ബാസ്കറ്റ്ബോൾ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് കൂട്ടുകാരെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ അവൻ ബോധം കെട്ടു വീണ പോലെ അഭിനയിച്ചു. വൈകാതെ ക്രിസിന്റെ മൂത്ത ചേട്ടൻ ജോൺ അവനെ പിക്ക് ചെയ്യാൻ എത്തിയിരുന്നു. ക്രിസ് വാചാലമായി ജോണിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജോൺ അതൊന്നും മൈൻഡാക്കുന്നേ ഉണ്ടായിരുന്നില്ല. ജോണും ക്രിസും തമ്മിൽ അത്ര അടുപ്പത്തിലൊന്നുമല്ല. വീട്ടിലേക്ക് എത്തിയതും പാരന്റ്സ് പറഞ്ഞത് കേട്ട് ടേബിളിൽ വന്നിരുന്ന ലെറ്ററുകൾ ക്രിസ് എടുത്തു നോക്കി. ക്രിസ് അപേക്ഷിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ലെറ്റർ ആയിരുന്നു അത്. ക്രിസിന് അവിടെ അഡ്മിഷൻ കിട്ടിയിരുന്നില്ല. അവന് വല്ലാത്ത ദുഃഖം തോന്നി. അവൻ മുറിയിലേക്ക് പോയി. പിന്നാലെ അവന്റെ അമ്മ അങ്ങോട്ടേക്ക് കയറി ചെന്നു. എന്തിനാ വിഷമിക്കുന്നേ? ഈ യൂണിവേഴ്സിറ്റി കിട്ടിയില്ലെങ്കിൽ എന്താ? നീ പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കണമെന്നല്ലേ ഉള്ളൂ. അതങ്ങ് ചെയ്താ പോരെ എന്നൊക്കെ പറഞ്ഞ് അമ്മ ക്രിസിനെ ആശ്വസിപ്പിച്ചു. ക്രിസിന്റെ സെക്കൻഡ് ബ്രദർ കോളിനും അത്തരത്തിൽ പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അങ്ങനെ അമ്മയുടെ ഉപദേശപ്രകാരം കോളിന്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ ക്രിസ് അപ്ലൈ ചെയ്യുകയാണ്. വൈകാതെ ക്രിസിന് അവിടെ അഡ്മിഷനും കിട്ടി. ഒരു മാസത്തിനപ്പുറം ക്രിസ് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാനായി എത്തിച്ചേർന്നിരുന്നു. ക്രിസിന്റെ കോളേജിലെ ആദ്യ ദിവസം ക്രിസിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ ക്ലാസ്സിൽ നിന്ന് വിദ്യാർത്ഥികൾ മാറണമായിരുന്നു. കാരണം അടുത്ത വിഭാഗത്തിന്റെ ക്ലാസ്സാണ് പിന്നെ അവിടെ നടക്കുന്നത്. പുറത്തേക്ക് ക്രിസ് ഇറങ്ങുന്ന സമയത്ത് സാം എന്നു പേരുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയുമായി അവൻ കൂട്ടിമുട്ടി. സാമിനെ ആദ്യമായി കണ്ട മാത്രയിൽ ക്രിസിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. സുന്ദരിയായ സാമിനെ കണ്ണെടുക്കാതെ അവൻ നോക്കി നിന്നു. പിന്നീടാണ് ക്രിസ് തന്റെ സഹോദരനും കൂട്ടുകാരനുമായ കോളിനെ കാണുന്നത്. ഇന്ന് ക്ലാസ്സിൽ വെച്ച് മാലാകെ പോലൊരു പെണ്ണിനെ ഞാൻ കണ്ടടാ എന്ന തരത്തിൽ ക്രിസ് പറഞ്ഞപ്പോ കോളിൻ അവനെ കളിയാക്കി. നീ ഇന്നങ്ങ് വന്നല്ലേ ഉള്ളൂ, കോളേജ് മുഴുവൻ ചുറ്റിക്കറങ്ങി നോക്ക്, അതുപോലെ മാലാകയെ പോലെ സുന്ദരികളായ നിരവധി പെൺകുട്ടികൾ നിനക്ക് കാണാൻ പറ്റും. അതൊക്കെ പറഞ്ഞ് ഇരുവരും ചിരിക്കുകയും മറ്റും ചെയ്യുന്നുമുണ്ടായിരുന്നു. പിന്നാലെ കോളിൻ ചോദിച്ചു, എന്നാലും നീ എന്താടാ ഇത്രയും സുന്ദരികൾ ഉണ്ടായിട്ടും ആ ഒരു പെണ്ണിനെ മാത്രം അങ്ങനെ നോക്കി നിന്നേ? മറുപടി പറയാൻ പറ്റാതെ ക്രിസ് ചെറുതായി ഒന്ന് നാണിച്ചു നിന്നു. പിറ്റേന്നും കോളേജിലേക്ക് എത്തിയ ക്രിസ് സാമുമായി കൂട്ടിമുട്ടുകയാണ്. സാം അപ്പോ കുറച്ച് നോട്ടീസുകൾ വിതരണം ചെയ്തു നിൽക്കുകയായിരുന്നു. കോളേജിൽ അവൾക്കൊരു അസൈൻമെന്റ് ഉണ്ട്. വോളണ്ടിയർ ആയിക്കൊണ്ട് അവൾക്കൊപ്പം അസൈൻമെന്റിന്റെ ഭാഗമായി കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ അവൾക്ക് വേണമായിരുന്നു. അവളുടെ അസൈൻമെന്റ് എന്താണെന്ന് വെച്ചാൽ എമർജൻസി നീഡ് വേണ്ടവരെ അവർ വിളിച്ചാൽ ഉടനടി അവർക്ക് പോകേണ്ട സ്ഥലത്ത് എത്തിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ രാത്രിയിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പാർട്ടിക്ക് പോകണം. പക്ഷെ ഒറ്റയ്ക്ക് പോകാൻ അവൾക്ക് മടിയാണെങ്കിൽ സാം സർവീസസ് അവൾക്ക് ബുക്ക് ചെയ്യാം. അവളുടെ കൂട്ടത്തിൽ സാം പോകും. സാമിൽ നിന്ന് അതിന്റെ മുഴുവൻ വിവരങ്ങളും ക്രിസ് ചോദിച്ചറിഞ്ഞു. സാമുമായി അടുപ്പം സ്ഥാപിക്കണം എന്നുണ്ടായിരുന്ന ക്രിസ് സാമിന്റെ കൂട്ടത്തിൽ വോളണ്ടിയർ ആവാൻ സമ്മതിക്കുകയാണ്. അതിനൊക്കെ സമ്മതിക്കുമ്പോഴും ക്രിസിന്റെ പക്കൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയിൽ സാമും ക്രിസും ഓർഡേഴ്സിനായി വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയം സാമിന്റെ ഐപോഡ് ക്രിസിന്റെ കയ്യിൽ കിട്ടി. അവളുടെ പ്ലേലിസ്റ്റ് ക്രിസ് എടുത്തു നോക്കിയപ്പോ അതിൽ വെഡ്ഡിംഗ് സോങ്സിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ക്രിസ് അത് നോക്കുന്ന കണ്ടതും സാമിന് വല്ലാത്ത നാണക്കേട് തോന്നി. അവൾ ഉടനടി നാണത്തോടെ ഐപോഡ് പിടിച്ചു വാങ്ങി. നീ വിചാരിക്കും പോലൊന്നുമല്ല, ഞാൻ ആ പാട്ടൊക്കെ വെറുതെ സേവ് ചെയ്തു വെച്ചതാ, സാം ക്രിസിനോട് പറഞ്ഞു. എന്തിനാ നാണിക്കുന്നേ? ഓരോ യുവതികൾക്കും പെൺകുട്ടികൾക്കും തങ്ങളുടെ വിവാഹത്തെപ്പറ്റി അവരുടേതായ സ്വപ്നങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി അവർ സേവ് ചെയ്തു വെക്കുന്നതല്ലേ, അതൊന്നും വിഷയമുള്ള കാര്യമേ അല്ലല്ലോ എന്നായിരുന്നു ക്രിസിന്റെ മറുപടി. വൈകാതെ അവർക്ക് ഓർഡർ വന്നു. കസ്റ്റമേഴ്സിനെയും പിക്ക് ചെയ്തവർ പോകുമ്പോ വഴിയിൽ ഭക്ഷണം കഴിക്കാൻ നിർത്താൻ അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ അവരൊരു റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിച്ചിരുന്നു. ആ സമയത്താണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അസൈൻമെന്റ് താൻ എടുത്തത് എന്ന കാര്യം സാം വ്യക്തമാക്കുന്നത്. അവളുടെ അമ്മ ഒരിക്കൽ റെഡ് ലൈറ്റ് തെറ്റിച്ചു വന്ന ഒരാളുടെ വണ്ടിയിടിച്ച് കൊല്ലപ്പെടുകയായിരുന്നു. ഒറ്റയ്ക്ക് പോയതുകൊണ്ടും മറ്റൊരാളുടെ സഹായമില്ലാത്തതുകൊണ്ടുമാണ് അമ്മയ്ക്ക് അങ്ങനെ സംഭവിച്ചത് എന്നവൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു അത്തരത്തിൽ ഒരു സേവന സർവീസ് അവൾ ആരംഭിച്ചതും. ക്രിസിന് സാമിനോട് കൂടുതൽ ബഹുമാനവും അടുപ്പവും തോന്നി. തന്റെ മുന്നിലിരിക്കുന്ന സ്ത്രീ വളരെ ദയാലുവാണ് എന്നവൻ തിരിച്ചറിഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. ക്രിസും സാമും അത്രമേലടുത്തു. എല്ലാ ആക്ടിവിറ്റീസിലും അവർ ഒന്നിച്ചുണ്ടായിരുന്നു. സാം തന്നെയായിരുന്നു ക്രിസിനെ കാർ ഓടിക്കാൻ വരെ പഠിപ്പിച്ചത്. ഒരു ദിവസം വെക്കേഷന് ക്രിസ് വീട്ടിലേക്ക് മടങ്ങിയെത്തി. പക്ഷേ ക്രിസിന്റെ ഗ്രേഡുകൾ വളരെ മോശമാണ് എന്ന് പറഞ്ഞ് അച്ഛൻ ക്രിസിനെ വഴക്ക് പറയുകയാണ്. താനൊരു പ്രണയത്തിലാണെന്നും അതുകൊണ്ടാവും ഗ്രേഡ് കുറഞ്ഞത് എന്നും ക്രിസ് പറഞ്ഞപ്പോ അച്ഛൻ കൂടുതൽ ദേഷ്യപ്പെട്ടു. പക്ഷേ അടുത്ത സെമസ്റ്ററിൽ തന്റെ ഗ്രേഡ് താൻ മെച്ചപ്പെടുത്തും എന്ന് ക്രിസ് അച്ഛനോട് പറയുന്നുമുണ്ട്. കുറച്ചാഴ്ചകൾക്ക് ശേഷം സാമും ക്രിസും ഒന്നിച്ചായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പോയത്. അന്ന് ഫോം ഫില്ല് ചെയ്യുന്ന കൂട്ടത്തിൽ ഓർഗൻ ഡോണർ ആവാനുള്ള കോളവും ക്രിസ് ഫില്ല് ചെയ്തിരുന്നു. മരണപ്പെട്ട
മരണപ്പെട്ട ശേഷം തന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ക്രിസ് ആഗ്രഹിച്ചു. ടെസ്റ്റിനെന്ന് കയറുന്നതിനു മുമ്പ് ക്രിസ് സാമിനോട് ചോദിച്ചു, ഈ ടെസ്റ്റ് ഞാൻ ഒറ്റയടിക്ക് പാസ്സായ സാം തന്റെ ഗേൾഫ്രണ്ട് ആവുമോ? അതിശയത്തോടെയായിരുന്നു സാം അത് കേട്ടത്. ക്രിസിനോട് ഏറെ താല്പര്യമുണ്ടായിരുന്ന സാം അതിനോക്കെ പറഞ്ഞു. ഭാഗ്യവശാൽ ക്രിസ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. അവർ അങ്ങനെ ഒഫീഷ്യൽ കപ്പിൾസായി മാറി. അന്ന് രാത്രി അവരൊരു റൊമാൻറ്റിക് ഡേറ്റിന് പോയിരുന്നു. അന്നവർ അവിടെ വെച്ച് രണ്ടു കുടുംബങ്ങളുടെയും ജീവിത രീതികളെ പറ്റിയും മറ്റും ഒരുപാട് സംസാരിക്കുന്നുണ്ട്. സാമിനെ തന്റെ ഫാമിലിക്ക് പരിചയപ്പെടുത്താൻ ക്രിസ് ആലോചിച്ചുറപ്പിച്ചിരുന്നു. അടുത്ത ദിവസം ക്രിസിന്റെ ഫാമിലി പിക്നിക്കിലേക്ക് ക്രിസ് സാമുമായിട്ടെത്തി. വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അതെല്ലാം. തന്റെ സുന്ദരിയായ ഗേൾഫ്രണ്ടിനെ അവിടെ കൊണ്ടുവന്നെന്ന് മാത്രമല്ല, തന്റെ പുതിയ ഡ്രൈവിംഗ് ലൈസൻസും അഭിമാനത്തോടെ ക്രിസ് അവരെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ക്രിസിന്റെ അച്ഛനു മാത്രം ക്രിസിന്റെ ഈ പ്രണയബന്ധത്തിൽ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അന്ന് അവിടെ നിന്ന് തിരികെ പോരുന്ന സമയം ക്രിസ് അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛനെ താൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ക്രിസിന്റെ അച്ഛനാണെങ്കിൽ ഉള്ളിലുള്ള ഗൗരവം കാരണം ക്രിസിനോട് തിരിച്ചൊന്നും പറഞ്ഞതുമില്ല. അവർ തിരികെ കോളേജിലേക്ക് എത്തി. കുറച്ചാഴ്ചകൾ കൂടി കടന്നുപോയി. ഒരു ദിവസം കോളിനും ക്രിസും കൂട്ടുകാരും എല്ലാവരും ഒന്നിച്ച് ഡോർമെട്രിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് ക്രിസ് നിന്ന് നിൽപ്പിൽ ബോധം കെട്ട് താഴെ വീണു. ക്രിസ് ഇടയ്ക്ക് അവരെ അങ്ങനെ പറ്റിക്കാറുള്ളതാണല്ലോ, അതുകൊണ്ട് അവരൊന്നും അത് കാര്യമാക്കിയെടുത്തില്ല. എഴുന്നേറ്റ് വാട കിടക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ക്രിസ് അനങ്ങുന്നില്ലെന്ന് കണ്ടതും അവർ അടുത്തെത്തി നോക്കിയപ്പോഴാണ് ക്രിസ് യാഥാർത്ഥ്യത്തിൽ ബോധം കെട്ടതാണ് എന്നവർ മനസ്സിലാക്കുന്നത്. ഉടനടി ക്രിസിനെ പൊക്കിയെടുത്ത് അവർ ആശുപത്രിയിലെത്തി. എമർജൻസി ICUവിൽ നിന്ന് വൈകാതെ ക്രിസിനെ ഒരു സാധാരണ മുറിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ ക്രിസിന്റെ കുടുംബം മുഴുവനും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അധികം വൈകാതെ ടെസ്റ്റ് റിപ്പോർട്ടുമായി ഡോക്ടറും വന്നു. ക്രിസിന് തലയിലെ ധമനികൾ പൊട്ടി രക്തസ്രാവം ഉണ്ടായതാണെന്നും അവസ്ഥ കുറച്ച് മോശമാണ് എന്നും ഡോക്ടർ പറഞ്ഞു. നിലവിൽ ക്രിസ് കോമയിൽ പോയിരിക്കുകയാണെന്നും ചിലപ്പോൾ ഭേദപ്പെട്ടു വരാം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും എന്നും ഡോക്ടർ അറിയിച്ചു. വളരെ അപൂർവമായി 2% യുവാക്കൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാറുള്ളൂ എന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. ക്രിസിന്റെ കുടുംബവും സാമുമടക്കം ഏറെ ദുഃഖിച്ചിരുന്നു. തന്റെ പ്രിയപ്പെട്ടവന്റെ ആ അവസ്ഥ കണ്ട് സാം കരഞ്ഞുകൊണ്ട് അവന്റെ കൈപിടിച്ച് എഴുന്നേൽക്കെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് അത്ഭുതം സംഭവിച്ചു. ക്രിസ് തന്റെ കണ്ണുകൾ പതിയെ തുറന്നു. സാമിനെ വിളിച്ചു. ജീവിതത്തിലേക്ക് ക്രിസ് തിരിച്ചു വരുന്ന കണ്ട് ഏവരും സന്തോഷിച്ചിരുന്നു. അവശതയിലായിരുന്നെങ്കിലും ക്രിസ് പതിയെ എഴുന്നേറ്റിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട സാമിനെ അവൻ പ്രപ്പോസ് ചെയ്തു. ഒരു മാസത്തിനപ്പുറം ക്രിസ് ആരോഗ്യം വീണ്ടെടുത്തിരുന്നു. അവരിരുവരും വിവാഹിതരായി. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. കപ്പിൾസ് എന്ന രീതിയിൽ അത്രമേൽ സന്തോഷകരമായ ജീവിതമായിരുന്നു അവരുടേത്. ഓരോ നിമിഷവും അവർ ആഘോഷിച്ചു. ഇപ്പോൾ സാം അവരുടെ ആദ്യത്തെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. നല്ലൊരു ഭർത്താവും നല്ലൊരു അച്ഛനും ആയതുകൊണ്ട് തന്നെ സാമിന്റെ ഗർഭാവസ്ഥയിൽ തന്നെ ക്രിസ് എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ക്രിസിന്റെ ജീവിതം സന്തോഷത്തോടെ തുടർന്നുകൊണ്ടിരിക്കുമ്പോ മറുവശത്ത് ഹോർഹെ തന്റെ രോഗാവസ്ഥ കൊണ്ട് കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഒരിക്കൽ ഫാമിലിക്കൊപ്പം ക്രൂസ് ഷിപ്പിൽ ഹോർഹെ വെക്കേഷന് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അയാൾ കുഴഞ്ഞു വീണു. ഹോർഹെയും ലെസ്ലിയും ഉടനടി വീട്ടിലേക്ക് പോയി. ഡോക്ടർ വീട്ടിലെത്തി പരിശോധിച്ചു. വൈകാതെ ഹോർഹെയ്ക്ക് ഒരു ലങ് ഡോണറെ കിട്ടിയില്ലെങ്കിൽ 1 മാസത്തിനപ്പുറം ഹോർഹെ അതിജീവിക്കില്ല എന്ന് ഡോക്ടർ അന്ന് വ്യക്തമായി പറഞ്ഞു. ലെസ്ലി അത് കേട്ട് ഏറെ ദുഃഖിച്ചിരുന്നു. അന്ന് രാത്രി മുഴുവൻ ലെസ്ലി ദൈവത്തോട് പ്രാർത്ഥിച്ചു, തന്റെ ഭർത്താവിന് വേണ്ടി ഒരു അത്ഭുതം സംഭവിക്കുവാൻ വേണ്ടി. ആ സമയമാണ് ഹോർഹെ അങ്ങോട്ടേക്ക് വരുന്നത്. തന്റെ ഭാര്യയുടെ ബർത്ത്ഡേക്ക് ഒരു ബർത്ത്ഡേ സോങ്ങും പാടി ഒരു ഗിഫ്റ്റ് അവൻ പ്രസന്റ് ചെയ്തു. തന്റെ ബർത്ത്ഡേ അടുത്ത മാസമല്ലേ എന്ന തരത്തിൽ ലെസ്ലി ചോദിച്ചപ്പോ, അടുത്ത മാസത്തേക്ക് താൻ ഉണ്ടായില്ലെങ്കിലോ, നിന്റെ ബർത്ത്ഡേ നമുക്കൊന്നിച്ച് ആഘോഷിക്കണം എന്നായിരുന്നു ഹോർഹെ പറഞ്ഞത്. ലെസ്ലിക്ക് തന്റെ കണ്ണുനീർ അടക്കി പിടിക്കുവാൻ പോലും സാധിച്ചില്ല. അങ്ങനെയിരിക്കെ അടുത്ത ദിവസം രാത്രിയിൽ ലെസ്ലിക്ക് ഒരു കോൾ വന്നു. ഡോക്ടറുടെ കോളായിരുന്നു അത്. ഹോർഹെയ്ക്ക് മാച്ച് ചെയ്യുന്ന ഒരു ശ്വാസകോശം ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അവരെ അറിയിച്ചു. അവരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ ഒരു പുതിയ കിരണം എത്തുകയായിരുന്നു. വൈകാതെ അവരിരുവരും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ആദ്യഘട്ടത്തിൽ ഹോർഹെയുടെ നിരവധി ടെസ്റ്റുകളും മറ്റും അവർ നടത്തി. ഒടുവിൽ എക്സാമിനേഷൻ റൂമിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഹോർഹെ തന്റെ വിവാഹ മോതിരമൂരി ലെസ്ലിക്ക് കൊടുത്തു. വേദനയിലും ലെസ്ലി പോസിറ്റീവായി നിന്ന് തന്റെ ഭർത്താവിന് പ്രതീക്ഷകൾ പകർന്നു. ഒക്കെ ഓക്കെ ആവുമെന്നും നമ്മൾ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കും എന്നും അവൾ അദ്ദേഹത്തോട് പറഞ്ഞു. മറുവശത്ത് ക്രിസ് മടങ്ങി വീട്ടിലേക്കെത്തുകയാണ്. തനിക്ക് ഫയർ ഫൈറ്ററായി പ്രൊമോഷൻ കിട്ടി എന്ന കാര്യം സാമിനോടും മകനോടും സന്തോഷത്തോടെ ക്രിസ് പറഞ്ഞു. പെട്ടെന്ന് ക്രിസിന്റെ മുന്നിലുള്ള കാര്യങ്ങൾ
മാഞ്ഞു പോകുവാൻ ആരംഭിച്ചു. നടക്കുന്നതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് ക്രിസ് പതിയെ തിരിച്ചറിയുകയായിരുന്നു. അത്രയും നേരം ക്രിസ് കണ്ടതൊക്കെയും ക്രിസിന്റെ ഉള്ളിലെ തോന്നലുകളും ഓർമ്മകളും മാത്രമായിരുന്നു. ക്രിസ് ഇപ്പോഴും അനക്കമില്ലാതെ കോമയിൽ കിടക്കുകയാണ്. ക്രിസ് സാമിനെ വിവാഹം കഴിക്കുകയോ തുടർന്നുള്ള സംഭവങ്ങൾ നടക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്രിസ് ഉണരുമെന്ന് പ്രതീക്ഷിച്ച് ക്രിസിന്റെ കുടുംബം കാത്തുനിന്നിരുന്നു. ക്രിസിന്റെ അച്ഛൻ വരെ ക്രിസിന്റെ മുമ്പിൽ വന്ന് തന്റെ മകന്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരഞ്ഞിരുന്നു. തന്റെ മകനെ എത്ര വിളിച്ചിട്ടും അവനെ താൻ എത്രമേൽ സ്നേഹിക്കുന്നു എന്നവിടെ വെച്ച് പറഞ്ഞിട്ടും ക്രിസ് അതൊന്നും കേൾക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഒച്ചയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ട് ഏവരോടും സ്നേഹം പ്രകടിപ്പിച്ചു നടന്ന തന്റെ മകൻ ഇനി തന്നോട് സംസാരിക്കില്ലെന്നത് ആ അച്ഛനെ ഏറെ ദുഃഖിപ്പിച്ചിരുന്നു. അടുത്ത ദിവസം ക്രിസിന്റെ മുഴുവൻ ഫാമിലിയെയും ഡോക്ടർ വിളിച്ചു വരുത്തി. ക്രിസിന് മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു എന്നറിയിച്ചു. ഡോക്ടറുടെ വാക്കുകൾ കുടുംബത്തെ അത്രമേൽ ദുഃഖിപ്പിക്കുന്നതായിരുന്നു. മരണത്തിനു മുമ്പേ അവയവങ്ങൾ ദാനം ചെയ്യാൻ ക്രിസ് സൈൻ ചെയ്തിരുന്നതുകൊണ്ട് ക്രിസിന്റെ അവയവങ്ങൾ ദാനം ചെയ്യപ്പെടും എന്ന് ഡോക്ടർ ഫാമിലിയോട് പറഞ്ഞു. ക്രിസിന്റെ തീരുമാനത്തിനെതിരെ നിൽക്കുവാൻ അവന്റെ കുടുംബവും ആഗ്രഹിച്ചിരുന്നില്ല. 5 പേർക്കായി ക്രിസിന്റെ അവയവങ്ങൾ നൽകപ്പെടും. ആർക്കൊക്കെയാണ് അത് നൽകപ്പെടുക എന്ന് തങ്ങൾക്കിപ്പോൾ അറിയില്ലെന്നും ക്രിസ് പക്ഷേ 5 പേരുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടാണ് ഈ ലോകം വിട്ടു പോകുന്നത് എന്നും ഡോക്ടർ പറഞ്ഞു വെച്ചു. അന്ന് വൈകിട്ടോടെ ക്രിസിന്റെ അവയവദാന ചടങ്ങുകൾ നടന്നു. ഓപ്പറേഷൻ പൂർത്തിയായി. ക്രിസിന്റെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. ക്രിസിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ക്രിസിന്റെ സുഹൃത്ത് വലയം മുഴുവനും ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അവരോടെല്ലാവരോടും ക്രിസിന്റെ അച്ഛൻ സംസാരിച്ചു. അവരൊക്കെ വന്നതിന് നന്ദി രേഖപ്പെടുത്തി. ക്രിസിന്റെ നഷ്ടം തനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പക്ഷേ അതിനേക്കാൾ തന്നെ വേദനിപ്പിക്കുന്നത് അവൻ തന്നോട് കാണിച്ച സ്നേഹമൊന്നും അവന് തിരികെ കൊടുക്കാൻ തനിക്ക് സാധിച്ചില്ല എന്നതാണ് എന്നച്ഛൻ വളരെ ദുഃഖത്തോടെ പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും അത്തരത്തിൽ വേദനപ്പെടാൻ കാരണമാവരുതെന്നും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയെ ഇപ്പോൾ തന്നെ വിളിക്കാനും എത്രമാത്രം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയാനും സ്നേഹം പ്രകടിപ്പിക്കാനും അദ്ദേഹം തന്റെ മുന്നിലുള്ള കുട്ടികളോടായി പറഞ്ഞു. എത്രയൊക്കെ സമയത്ത് നമ്മൾ തിരികെ പിടിക്കാൻ നോക്കിയാലും അത് സാധിക്കില്ലെന്നും ഒരു നിമിഷമാണെങ്കിലും അത് കഴിഞ്ഞാൽ കഴിഞ്ഞതാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ മറ്റൊരു ആശുപത്രിയിൽ ഹോർഹെ കണ്ണു തുറന്നെഴുന്നേൽക്കുകയാണ്. സുഖമായി ശ്വസന സഹായികളില്ലാതെ അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ലെസ്ലിയും അത് കണ്ടേറെ സന്തോഷിച്ചു. ഹോർഹെ തന്റെ പ്രിയപ്പെട്ടവളോട് എനിക്ക് വേണ്ടി ഇപ്പോൾ ശ്വസിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു. ഏതോ ഒരു മാലാഖയാണ് എന്ന് മാത്രമേ നമുക്കറിയൂ എന്നായിരുന്നു ലെസ്ലിയുടെ മറുപടി. ഒരു വശത്ത് ഹോർഹെയും ലെസ്ലിയും അത്രമേൽ സന്തോഷിക്കുമ്പോൾ, ജീവിതത്തെ കൂടുതൽ പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ, മറുവശത്ത് ക്രിസിന്റെ ഫ്യൂണറൽ ചടങ്ങുകൾ അരങ്ങേറുകയായിരുന്നു. ഒരു വശം സന്തോഷവും മറുവശം ദുഃഖവും നിറയുന്ന ജീവിതവൃത്തത്തിന്റെ അപൂർവ കാഴ്ചകളിലൊന്ന്. ഏറെ വേദനകളോടെ സാമും ക്രിസിന്റെ കുടുംബവും അവനെ യാത്രയാക്കി. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ക്രിസിന്റെ കുടുംബത്തെ തേടി ഒരു കത്ത് വന്നു. ഹോർഹെയുടെ കത്തായിരുന്നു അത്. ക്രിസ് കാരണം ജീവിക്കുന്നൊരു വ്യക്തിയാണ് താനെന്ന് ഹോർഹെ അവർക്ക് തന്നെ പരിചയപ്പെടുത്തി. തന്നെ രക്ഷപ്പെടുത്തിയ മാലാഖയെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം അവർക്കെഴുതിയിരുന്നു. തന്നെ രക്ഷപ്പെടുത്തിയ മാലാഖ തനിക്ക് തന്ന ജീവിതം എത്ര വലുതാണ് എന്നതടക്കം അദ്ദേഹം കുറിച്ചു വെച്ചിരുന്നു. ക്രിസിന്റെ കുടുംബത്തെ മൂവ് ഓൺ ചെയ്യിപ്പിക്കുവാൻ ആ കത്ത് ഏറെ സഹായകരമായി വർത്തിച്ചു. ക്രിസിന്റെ കുടുംബത്തെ മീറ്റ് ചെയ്യാനുള്ള താല്പര്യവും ഹോർഹെ വിവരിച്ചിരുന്നു. പലതവണ കത്തുകൾ എഴുതിയ ശേഷം ഒടുവിൽ ക്രിസിന്റെ കുടുംബം ഹോർഹെയെ മീറ്റ് ചെയ്യാൻ സമ്മതിച്ചു. വൈകാതെ അവരെല്ലാവരും കണ്ടുമുട്ടി. ക്രിസ് തനിക്ക് തന്ന സമ്മാനം താൻ കാത്തു സൂക്ഷിക്കും എന്ന് ഹോർഹെ അവരോട് പറയുന്നുണ്ടായിരുന്നു. അവരൊന്നിച്ച് ഒരു ഔട്ടിങ്ങിന് പോയി. അവരെ നോക്കി കണ്ടുകൊണ്ട് ക്രിസിന്റെ ആത്മാവ് ബീച്ച് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിമനോഹരമായ ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.